അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും 1000 നമസ്കാരം. ഞാൻ പറയുന്നത് നിങ്ങൾ പുള്ളിയാണ് ഇപ്പം വ്ലോഗ് തുടങ്ങിയത്. അപ്പൊ നമ്മുടെ സല്ലേട്ടൻ നമസ്കാരം പറഞ്ഞ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സല്ലേട്ടൻ വീട്ടിൽ തന്നെയാണ് നമ്മുടെ വടംവലി അല്ലേ. വലിയൊരു ഈവന്റ് നടക്കുന്നുണ്ട് നമ്മുടെ ഉറ്റചങ്ക് സോനീഷിന്റെ നേതൃത്വത്തിൽ അല്ലെ, എൻഗേവി അല്ലെ, നമ്മുടെ ക്ലബിന്റെയും ഫാം ക്ലബും അവരുടെ ഒന്നിച്ചേർന്ന വടംവലിയാണ്. അപ്പോൾ നമ്മളൊന്ന് കാണാൻ പോവാണ്. നമുക്ക് നമ്മുടെ മെൽബൺ മലയാളികൾ അല്ലെ, നമ്മുടെ സോനീഷിന്റെ ടീം ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ചെല്ലും പറയാം, പുള്ളി പറഞ്ഞാൽ പറയാൻ പറ്റിയത്. അപ്പൊ നേരെ നമുക്ക് അവിടെ ചെന്നിട്ട് നേരെ വടംവലി ലാൻഡിലാണ്. യെസ്. MKB ഫാം ക്ലബും അടി മെൽബണിലെ എത്ര ടീമുകളുണ്ട്? 22 ടീം. നമ്മുടെ ഇതിന്റെ സംഘാടക സമിതിയുടെ കൺവീനറാണ് മനോജ് വെള്ളത്തോട്ടം. പ്രിയപ്പെട്ട സിജോചാല മെയിൻ സ്പോൺസർ ആണ്. അതുകൂടാതെ നമ്മള് ന്യൂസിലാൻഡിൽ ഒരു ടീമിനെ ഇറങ്ങിയിട്ടുണ്ട് മെൽബൺ മലയാളിയുടെ പേരില്. അതിനെപ്പറ്റി പറ. മിന്നൽപട. അതെ അതെ, ഇന്നലെ നല്ലപോലെ തീ പറിച്ച കിട്ടും. നമ്മളെല്ലാം മിന്നലാവോ? അടിക്കും. ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ച് വിജയത്തിന്റെ വെണ്ണീർപ്പടി പാറിച്ചിട്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ആശാൻ എന്താ 2 വാക്ക് പറഞ്ഞ എന്നാ ഇതിനെപ്പറ്റി? ആദ്യം തന്നെ നിങ്ങൾ ഒത്തിരി നന്ദി. നമുക്ക് ഒത്തിരി സങ്കടം നിറഞ്ഞൊരു സമയത്തായിരുന്നു നമ്മളൊരു പ്ലെയറിന്, 2 പ്ലെയേഴ്സിന് വിസ കിട്ടാൻ വന്ന സമയത്ത് മനോജേട്ടനെ തന്ന് സഹായിച്ചതിന്. പിന്നെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറെ കിട്ടിയത് തന്നെ വലിയൊരു ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഫാം ക്ലബും MKB കൂടെ നടത്തുന്ന പരിപാടിയാണ്. ഞങ്ങളുടെ 3ാമത്തെ വടംവലി മത്സരമാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ വടംവലി മത്സരമാണ്. ഞങ്ങൾക്ക് അതിന് അഭിമാനമുണ്ട്. നിങ്ങളെല്ലാം ഞങ്ങളോട് സഹകരിക്കുക. മനോജേട്ടനാണ് അതിന്റെ ബാക്കിൽ താങ്ക് യു. നോക്കണം, തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മനോജേട്ടൻ നമുക്ക് തന്നേന് നമ്മള് ഒരു പടി കഴിയുമ്പോൾ തെറി പറഞ്ഞേക്കോ. നമ്മുടെ വടംവലിയൊക്കെ എങ്ങനെ പോകുന്നു? വടംവലി ഇതല്ലേ വടംവലി. വന്നുകൊണ്ടിരിക്കുകയാണ്, പൊളിച്ചെടുക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 2 പേര് പെട്ടെന്ന് പറഞ്ഞു. ഷിനോയ് മഞ്ഞാങ്കൽ, ജിജോ. നിങ്ങളുടെ നേതൃത്വത്തിൽ അതായത് നമ്മുടെ അല്ലേ നിങ്ങളുടെ ഞങ്ങൾ ഫാം ക്ലബ്ബ് MKBയും ചേർന്ന് സംയുക്തമായിട്ടാണ് നടത്തുന്നത്. ഞങ്ങൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് വൻ വിജയമായിരുന്നു. അതിനേക്കാളും ഒരു ഇരട്ടി വിജയമാകുന്ന രീതിയിലാണ് ഇപ്രാവശ്യം. നമുക്ക് ഓഷ്യാന ലെവലിലേക്ക് നമ്മുടെ വടംവലി വളർന്നിരിക്കുകയാണ്. എല്ലായിടത്തും ടീം വരുന്നുണ്ടോ? എല്ലായിടത്തും ന്യൂസിലാൻഡിൽ നിന്ന് നമുക്കൊരു ടീമുണ്ട്. 22 ടീമുണ്ട്. ഓസ്ട്രേലിയൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 22 ടീം വെച്ചുള്ള ഒരു വടംവലി. Australia, New Zealand പോരാടുന്ന
കളിക്കളം എത്തിച്ചേരുന്നു. നീല ജേഴ്സിയിൽ കളം നിറഞ്ഞാടുവാൻ കടന്നു വന്നവർക്ക് പേര് അത് ന്യൂകാസിൽ ഹണ്ടേഴ്സ് എങ്കിൽ മറുപുറത്ത് മെൽബൺ മലയാളി അസോസിയേഷൻ കൈ പിടിച്ച് കളിക്കളം കൈയടക്കുവാൻ കടന്നു വന്നവർക്ക് പേര് മിന്നൽ പട എത്തിച്ചേരുന്നു. Melbourne Kottayam Pradesh, Stepstar Separan, BMS Bay, Illawarra Titans, Townsville Titans, Adelaide Javans, Kitty Karawa. വടംവലിയൊക്കെ ഏകദേശം കണ്ടില്ലേ? വടംവലി ഇതാണ് നമുക്ക് ഫുള്ള് നിൽക്കാൻ പറ്റിയല്ല, കാരണം നമ്മുടെ ടീമിനെയൊക്കെ അല്ലേ, സോനീഷിന്റെ ടീമിനെയൊക്കെ മിന്നൽ പട അല്ലേ, നമ്മുടെ മനോജേട്ടനെ അവരൊക്കെ ഉണ്ട്. അടിപൊളി ടീമാണ്, അവർ വലിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടിയാണ് നിനക്ക് ഇവിടെ വന്നാൽ ബൈക്ക് പ്രേമോ അല്ലേ? ബൈക്ക് പ്രേമമാണ്. അപ്പം നിന്റെ ഫ്രണ്ടിന് ബൈക്കുണ്ട്, നമുക്കൊന്ന് പോയി കണ്ടാലോ? ഓക്കെ, നേരെ അങ്ങോട്ട് പോയേക്കാം. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ, സൂപ്പർ. അപ്പൊ എവിടെ ചെന്നാലും ഒരു വണ്ടി ഓടിക്കുന്നത് അല്ലേ? അതെ, പോണടത്തൊക്കെ പോയി വണ്ടി ഓടിച്ചിട്ടുണ്ട്. വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇവർക്ക് എത്ര വണ്ടി? 3 വണ്ടി അല്ലേ? 3 ബൈക്ക്, യമഹ 350, കവാസാക്കി, പിന്നെ നമ്മുടെ എൻഫീൽഡ്. പൊളി സംഭവം, പൊളി. നമ്മള് വടംവലിയൊക്കെ കണ്ട് ഏകദേശം വന്നിരിക്കുന്ന നമ്മുടെ ദിലീപിന്റെ 2 സുഹൃത്തുക്കൾ. ആദ്യം അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ബാ, പേര് പറഞ്ഞു. അജീഷ്. നാട്ടിലെ ഉഴവൂര്. അബീഷ്. ഇവരെ കാണുമ്പോൾ അറിയാലോ, രണ്ടുപേരും സഹോദരൻ കാണുന്ന ഇരട്ടകളാണ് അല്ലേ? രണ്ടുപേരും കണ്ണാടി തൊപ്പി എല്ലാം സെയിം ആണ്. അപ്പൊ അവര് ഈ ദിലുവിനെ പോണൊക്കെ തന്നെ ബൈക്ക് പ്രാന്തന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെയാണോ? ബൈക്കല്ല, ബൈക്ക് കാറ് അല്ല, വണ്ടി പ്രാന്തന്മാരാണ്. അപ്പൊ ഇവൻ വന്ന സത്യമായി നമ്മളെ കാണാനല്ലേ, പുറത്തേക്ക് ഇവരെ കാണാൻ വേണ്ടി ബൈക്ക് ഓടിക്കാൻ വേണ്ടി വന്നു. അതെ, അപ്പൊ ഈ ബൈക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്തുന്ന സംഭവം. ഇത് കവാസാക്കി പറഞ്ഞോ നിങ്ങളെ? 2018 മോഡൽ കവാസാക്കി C900 RS ആണല്ലേ? ഇതല്ലേ? ഇത് നല്ല നമ്മുടെ നിങ്ങൾ ഇവിടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടില്ല സംഭവം? ഇടയ്ക്കിടയ്ക്ക് റൈഡൊക്കെ പോകുന്നല്ലേ? 4 സിലിണ്ടർ. പിന്നെ ഇത് നിനക്കിത് പോണൊരു വണ്ടിയില്ലേ? 350. അതിന്റെ ഒരു ഫാൻ അല്ലേ? 350. അതെ, കളർ ആയാലും വെടിക്കെട്ട സംഭവം. അത് ഒറിജിനൽ പെയിന്റിങ്. അത് നിങ്ങൾ ഇവിടുന്ന് ആണല്ലേ? പിന്നെ നമ്മുടെ കുട്ടൻ, നമ്മുടെ എൻഫീൽഡ്, നമ്മുടെ സ്വന്തം എൻഫീൽഡ്. അത് ഒരു അല്ലേ സൺഡേ ഒരു സൗണ്ട്, അതിന്റെ ഒരു ആകർഷണം തന്നെ അല്ലേ? ബുള്ളറ്റ് 500. 3 ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സൗണ്ടിന്റെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഓസ്ട്രേലിയ കൂടെ ഒരു പഴയ ബുള്ളറ്റ് ഓടിക്കണമെന്ന്. ഭയങ്കര റയറാ. അല്ല, ഈ വണ്ടിക്ക് മുമ്പ് ഒരു പ്രത്യേകം നിങ്ങൾ പറയാം, ഇതിന് എത്ര വർഷം പഴക്കമുണ്ട് ഈ വണ്ടി? യമഹയുടെ 19 വർഷത്തെ പഴക്കമുള്ള വണ്ടിയാണ് അല്ലേ? ബിനിചാടന്റെ പ്രായമുണ്ട്, എന്റെ പ്രായമുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി ഇതെന്ന് പറയുമ്പോ തന്നെ നമ്മൾ ലോകത്ത് എവിടെ ഈ വണ്ടി ഇറങ്ങിയിട്ടുണ്ടോ അവിടെ എല്ലാം ഇപ്പോഴും ഫാൻസ് ഉള്ള വണ്ടിയാ. ലെജൻഡറി. അതെ, ഭയങ്കര സംഭവം അല്ലേ? ചരിത്രം ഉറങ്ങുന്ന വണ്ടിയാണ്. ഈ 3 ബൈക്കുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഈ വണ്ടി ഇതിനായിരിക്കും. ആണല്ലേ? അതൊക്കെ ഉണ്ടായിരിക്കും സത്യം. അതുപോലെ തന്നെ ഇപ്പുറത്ത് കിടക്കുന്നത് ഇത് തന്നെ സംഭവം, വിന്റേജ് മോഡൽ ഒരു കാർ കിടപ്പുണ്ട്. ഇത് റോഡ് കൂടെ പോകാൻ അടിപൊളി. എല്ലാവരും നോക്കും സാറേ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. ആമക്കാർ, അത് തന്നെ നാട്ടിലെ ആമക്കാർ, അത് തന്നെ നല്ല എടുക്കുന്ന വണ്ടി ആമക്കാർ. അല്ല, ഈ പുള്ളി ഭയങ്കര വണ്ടി ഓടിക്കാണ്ട് പുള്ളി ഭയങ്കര ഇഷ്ടം. പുള്ളി ഇതെല്ലാം കയറി അങ്ങ് പൊക്കോളുന്നു.
അപ്പോൾ ഏതായാലും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ച വളരെ സന്തോഷം കേട്ടോ. നിങ്ങൾ ഹാപ്പി ആയല്ലോ? വന്നതിന് ഉദ്ദേശം നടപ്പിലായത്. അപ്പൊ നമ്മളെ പറഞ്ഞാ നിങ്ങളെ കാണാൻ വരുന്നുണ്ടൊക്കെ പറയാം. പക്ഷെ എന്റെ ഉദ്ദേശം വണ്ടി ഓടിക്കുക ഇതൊക്കെയാണ്. എന്നാൽ നമുക്ക് അടുത്ത സ്ഥലത്തോട് വിട്ടാലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ദിലു നാളെ രാവിലെ പോവാണ്. ഇനി ഞാൻ പറയല്ലോ, ഇനി ഒരാഴ്ചയായിട്ട് സഹിക്കണേ. ഇവരോട് സത്യം പറഞ്ഞു, യു ലൈക്ക് മെൽബൺ ഓർ പേർസ്? കണ്ടോ, കൊച്ചിനോട് ഒരു 500 പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ എങ്ങനെയും മെൽബൺ വരാൻ ശ്രമിക്കും. പുറത്ത് മോശമായതുകൊണ്ടല്ല, നമ്മളെല്ലാം ഇവിടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഒരു അപ്പം ദിലു നാളെ അല്ല. അപ്പം നമ്മൾ കണ്ടതിലൊക്കെ വളരെ സന്തോഷം അല്ലേ? എല്ലാം അടിച്ചു പൊളിച്ചു. നാളെ പോകുന്നതിൽ സന്തോഷം. 5 കൊല്ലം ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട്? മെൽബോണൊക്കെ ഇഷ്ടപ്പെട്ടോ? പൊളിയല്ലേ? ഇന്ന് രാവിലെ അതെ, വീട് പണി വരുമ്പോൾ നമ്മൾ കാറിന് പോകും. അതാകുമ്പോൾ ഒരു 2 മാസം അല്ല 2 ആഴ്ചത്തെ ട്രിപ്പ് എടുത്ത് അവൻ പറയാം വരണ്ട 2 ആഴ്ചത്തെ ട്രിപ്പിന്. അതെ അതെ, വീട് പണി നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ പോരെ, നമ്മളങ്ങോട്ട് അത്രയും വണ്ടി ഓടിക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ. അതെ അതെ അതെ. അപ്പം വന്നതിലും കണ്ടതിലും ഒക്കെ വളരെ സന്തോഷം. നാളെ രാവിലെ സണ്ണിൽ കൊണ്ടുവിടും. ഞാനിപ്പം നേരെ വീട്ടിലോട്ട് പോവാണ്. യുവർ ഡ്രൈവേഴ്സ് ഉണ്ടല്ലേ? ഓക്കെ, അങ്ങനെ പിടിക്കും. ഓക്കെ, അന്നേരം നമ്മളിന്ന് രാവിലെ വടംവലിയെ കാണാൻ പോയി. ഫുള്ളൊന്നും കാണാൻ പറ്റിയില്ല, കുറച്ചൊക്കെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ ദിലുവിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് 2 ബൈക്കൊക്കെ പരിചയപ്പെടുത്തി അല്ലേ? 2 പിള്ളേരെ 3 ബൈക്ക് പറഞ്ഞ പോലും കുറയ്ക്കുകയല്ല. അപ്പോൾ 3 ബൈക്ക് പരിചയപ്പെടുത്തി തിരിച്ച് നമ്മൾ അത് വഴി കയറി വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ നാളെ ഇവർ നാട്ടിലോട്ടും പോകണം അല്ലേ? അതെ, നമ്മുടെ ദിലും 5 ഒക്കെ പോവാണ്. അവർ തിരിച്ച് മെൽബൺ വരുമെന്നുള്ള പ്രതീക്ഷ അല്ലേ? അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.